ഓം ഹരിശ്രീ ഗണപതയേ നമ. അഭിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. സർവ്വ ഭക്തമക്കൾക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ആയുരാരോഗ്യവും കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു. ജയ അനിൽ, ബിന്ദു മോഹൻ, നിർമ്മല പവിത്രൻ, ഉണ്ണികൃഷ്ണൻ നായർ, ബി ബിജു, സ്മിത, നിർമ്മല രമേഷ്, ശിവാനന്ദൻ വേലപ്പൻ, ലീലാമണി ദിവാകരൻ, രുക്മിണി മോഹൻ. ഇനി മക്കളൊക്കെ കാണും. ഞാൻ ഇത്രയും എഴുതിയുള്ളൂ. ഇനിയുള്ള മക്കളുടെ ഇനി അടുത്ത പ്രാവശ്യമാവട്ടെ. എല്ലാ മക്കൾക്കും ഭഗവാന്റെ കൃപയുണ്ടാകണം. പേര് തരാത്ത മക്കളും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണം മക്കളെ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഈശ്വരൻ ആരോ പറയുന്ന വെറുതെ പ്രാർത്ഥിച്ചാലെന്ന് പ്രാർത്ഥിച്ചിട്ടാ മക്കളെ. ഞാൻ ഇവിടം വരെ എനിക്ക് 67 വയസ്സിൽ എനിക്ക് മരണം പറഞ്ഞിരുന്നതാ. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ആയി വരുന്നതെല്ലാം നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് അന്നേ എനിക്ക് ചിന്തയുള്ളത്. അപ്പോൾ എന്താ, ആ പ്രാർത്ഥനയുടെ ഫലം. നമുക്ക് വേണ്ടാത്തതൊന്നും പ്രാർത്ഥിക്കണ്ട. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി. നമുക്ക് ഒരു അസുഖമുണ്ട്, അസുഖം മാറണമെന്നില്ല, നമ്മൾ അതിൽ കൂടെ ജീവിച്ച് പോകാം. നമുക്ക് ചിലപ്പോൾ ചില അസുഖങ്ങൾ വന്നാൽ നമുക്ക് അത് തീർത്ത് മാറിയെന്ന് ചോദിച്ചാൽ മാറത്തില്ലായിരിക്കാം. പക്ഷേ നമ്മൾ അറിയത്തില്ല. ഈശ്വര കൃപ നമ്മൾ ഒഴുകുമ്പോൾ നമ്മുടെ രക്തമെല്ലാം ശുദ്ധീകരിച്ച് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു അനുഭൂതിയിൽ നമ്മൾ നിറയുമ്പോൾ അസുഖം പമ്പ കടത്താൻ നമുക്ക് തോന്നും. പക്ഷെ അസുഖമേ നമുക്ക് തോന്നത്തില്ല. എന്താ കാരണം? അത് ഭഗവാന്റെ കൃപ അതിൽ കൂടെ ഒഴുകുന്നു. അപ്പോൾ നമ്മൾ വേദനയോ വിഷമോ ഒന്നും അറിയത്തില്ല. അങ്ങനെ പോയാൽ പോരെ. നമ്മൾ കഴിഞ്ഞ ജന്മത്തെ കർമ്മദോഷം കൊണ്ടായിരിക്കും പലതും നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഈശ്വരനെ ആരാധിച്ചാൽ ഒരിക്കലും അത്രത്തോളം നമ്മൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. വെറുതെ ചുമ്മാ പറ്റത്തില്ല. അത് ഈശ്വര കൃപ അപ്പോഴും നമ്മൾ ഉണ്ടാകുകയും വേണം. ഏത് സമയം ഭഗവാനോട് നന്ദി പറയുകയും നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അന്നുള്ള തെറ്റുകളെല്ലാം ഭഗവാനെ അറിയാതെ ചെയ്ത അപരാധങ്ങൾ ക്ഷമിക്കണേ എന്ന് നമ്മൾ പറയുകയൊക്കെ ചെയ്യണം. അപ്പോഴാണ് ഈശ്വരൻ്റെ കൃപ നമുക്ക് വരുന്നത്. നമ്മൾ അത്രമാത്രം എളിമയാകുക. ഈശ്വരൻ അപ്പോൾ നമ്മളെ ഭഗവാന്റെ എല്ലാ കൃപയും സന്തോഷവും ആനന്ദവും നമുക്ക് തരികയും ചെയ്യും. ഒരിക്കലും ആരോ എന്നുള്ള ഞാൻ കേട്ടു, അതൊന്നും നടക്കുന്ന കാര്യമല്ല. പ്രാർത്ഥനയെ കൂടി ഒന്നും അസുഖം മാറത്ത. പക്ഷേ അനുഭവമാക്കളെ, എൻ്റെ അമ്മയ്ക്ക് തന്നെ ഒരു അസുഖം വന്നപ്പോൾ ഞാൻ അത്രത്തോളം മുട്ടിപ്പോയി പ്രാർത്ഥിച്ചു. അമ്മയുടെ ആ അസുഖമൊക്കെ പമ്പാണ്, ഒരു ഓപ്പറേഷൻ പോലും വേണമെന്ന് പറഞ്ഞതാ. പക്ഷേ പ്രാർത്ഥന ഫലിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞാൻ അന്ന് എഴുതിയ നാമം ചൊല്ലാം. അമ്പിളിക്കല ചൂടും ഗംഗാധരനീ ചന്ദ്രശേഖര പെരിയൂരേ, അർദ്ധനാരീശ്വരനീ തൃക്കൺ പാർക്കണമേ, ആദിമധ്യാന്തസ്ഥിതനേ കൈലാസപതേ ചന്ദ്രശേഖര പെരിയൂരേ. അമ്പിളിക്കല ചൂടും ഗംഗാധരനീ ചന്ദ്രശേഖര പെരിയൂരേ. വിഷ്ണുവും ശിവനും നീ, ഗണപതി ഭഗവാൻ നീ, കൃഷ്ണനും ബുദ്ധനും നീ, അല്ലാഹുവും ക്രിസ്തുവും നീ. വിഷ്ണുവും ശിവനും നീ, ഗണപതി ഭഗവാൻ നീ, കൃഷ്ണനും ബുദ്ധനും നീ, അല്ലാഹുവും ക്രിസ്തുവും നീ. ശാസ്താവും മുരുകനും പരബ്രഹ്മ പൊരുളേ നീ, അഖിലർക്കും ഏകദൈവം ഓങ്കാര പരമ്പൊരുളേ. ഞാനെന്നും നീ എന്നും ഭേദമില്ല ആത്മരൂപം, കാണായതെല്ലാം ഞാനായ പരബ്രഹ്മം ചന്ദ്രശേഖര പെരിയൂരേ. അമ്പിളിക്കല ചൂടും ഗംഗാധരനീ ചന്ദ്രശേഖര പെരിയൂരേ. ശിവനെ സുരാസുര സ്തുതിച്ചിടും, ഭക്തർ ഭജിച്ചിടും, യോഗികൾ ജപിച്ചിടും യോഗേശ്വരനെ. ശിവനെ സുരാസുരർ സ്തുതിച്ചിടും,
ഭക്തർ ഭജിച്ചിടും യോഗികൾ ജപിച്ചിടും യോഗേശ്വരനെ സർപ്പഹാരനെ നീലകണ്ഠനെ പശുപതീശ്വര നമോ നമ. ഭസ്മധൂളിത അഗ്നിനേത്രനെ ഉമാമഹേശ്വര നമോ നമ. കാമദഹനനെ കാരുണ്യാലയ പാർവതീശ്വര നമോ നമ. കാമദഹനനെ കാരുണ്യാലയ പാർവതീശ്വര നമോ നമ. അമ്പിളിക്കല ചൂടും ഗംഗാധരനീ ചന്ദ്രശേഖര പെരിയൂരേ. അമ്പിളിക്കല ചൂടും ഗംഗാധരനീ ചന്ദ്രശേഖര പെരിയൂരേ. ഭഗവാന്റെ ശിരസിൽ ചന്ദ്രനുണ്ട്, അതുകൊണ്ട് ചന്ദ്രശേഖരൻ എന്ന് പേരുണ്ട്. അമ്പിളിക്കല ചൂടിയതുകൊണ്ട് ഗംഗാദേവിയുണ്ട്, അതുകൊണ്ട് ഗംഗാധരൻ എന്ന് പേരുണ്ട്. അർദ്ധനാരീശ്വരനാണ് ഭഗവാൻ, ശിവശക്തിയാണ്. അതുകൊണ്ട് അർദ്ധനാരീശ്വരനെ തൃക്കൺ പാർക്കണമേ, അങ്ങോടെ തൃക്കൺ കൊണ്ട് നമ്മളെ കാത്തുകൊള്ളണമേ. പിന്നെയോ വിഷ്ണുവും ശിവനും ഗണപതി ഭഗവാനും കൃഷ്ണനും ബുദ്ധനും അല്ലാഹുവും ക്രിസ്തുവും ശാസ്താവും മുരുകനും എല്ലാം ആ പരബ്രഹ്മ പൊരുളാണ്. നാനാത്വമായി നിൽക്കുന്നതെല്ലാം ഏകമായിരിക്കുന്ന ഏകത്വമായിരുന്ന ഭഗവാൻ പരമാത്മാവ് തന്നെയാണ്. അത് ആ കാലയളവിൽ ആ ഒരു 50 വയസ്സോടൊക്കെ ഉള്ള സമയത്ത് ഞാൻ അങ്ങനെ ഉൾക്കൊണ്ട് അന്നേ സർവ്വതും ഏകാത്മാവാണെന്നും അതെല്ലാം ആ ഏകത്വത്തെ നാനാത്വമാക്കിയാണെന്ന് അതിൽ നമ്മൾ ഉൾപ്പെടും. ഇതെല്ലാം നമ്മളെല്ലാം അതിൻ്റെ ചെറിയ ചെറിയ അംശങ്ങളാണ്. അതിൽ വലിയ അംശങ്ങളായിട്ടുള്ളവരൊക്കെയാണ് ശാസ്താവും മുരുകനും എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇതെല്ലാം ആരെ ആരാധിച്ചാലും പരമാത്മാവാണ് സർവത്തിലും ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സർവ സൃഷ്ടിയും പരമാത്മാവിൻ്റെ ആണെന്ന് നമുക്ക് ഉൾക്കൊള്ളാനും സർവത്തിലും ഈശ്വരനാണ് വസിക്കുന്നത്, നമ്മിൽ എന്നിലും നിന്നിലും. അതുകൊണ്ട് ഇവിടെ ഞാനെന്നും നീ എന്നുള്ള പ്രത്യേകത, ഞാനെന്നും നീയെന്നും ഭേദമില്ല ആത്മരൂപത്തിന്. അതാണ് ഈ പാട്ടിൻ്റെ അർത്ഥം എല്ലാം. ഈ പാട്ടിൽ അർത്ഥം നോക്കുമ്പോൾ ഇത് തന്നെയാണ്. സർവ്വതും ഏകമാണ്, സർവത്തിലും ഞാനെന്നും നീ ദ്വന്ദ്വമില്ല, ഞാനെന്നും നീയെന്നും എന്താ ഭേദമില്ല ആത്മരൂപത്തിന് ഭഗവാന്. അപ്പോൾ എന്ത് വരും? കാണായതെല്ലാം ഈ നമ്മൾ കണ്ണുകൊണ്ട് പുറം കണ്ണുകൊണ്ട് കാണുന്നത് അത്രയും എന്താ ഞാനായ പരബ്രഹ്മമാണ്. ഞാൻ എന്നിലുള്ള പരബ്രഹ്മം തന്നെയാണ് എല്ലാത്തിലും. അപ്പോൾ ഞാനെന്ന് പറഞ്ഞ ആരാ? ഞാനായവനാണ്, പരമാത്മാവാണ്. അത് നമ്മൾ ആരെ നോക്കിയാലും ഏത് സൃഷ്ടി, കാക്കയോ പൂച്ചയോ പട്ടിയോ എന്ത് കുരങ്ങോ മനുഷ്യനോ എല്ലാത്തിലും ആ ഭഗവാന്റെ അംശമാണെന്ന് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ഏതെങ്കിലും ഒന്നുണ്ടോ അന്യതായിട്ട് ഈ ലോകത്ത്? സർവ്വതും ഭഗവാന്റെ അല്ലയോ? അതുകൊണ്ട് അങ്ങനെയാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് കാണായതെല്ലാം ഞാനായ പരബ്രഹ്മം തന്നെയാണ്. അതുപോലെ തന്നെ ഭഗവാൻ പരമാത്മാവായ ശിവനെ സുരന്മാരും അസുരന്മാരും പ്രാർത്ഥിക്കും. മഹാവിഷ്ണുവിനെ ദേവന്മാരായ സാത്വികന്മാർ പ്രാർത്ഥിക്കും. പക്ഷേ അസുരന്മാർ ശിവനെ പ്രാർത്ഥിക്കും. എല്ലാവരും മനുഷ്യരും എല്ലാവരും പ്രാർത്ഥിക്കും, ദേവന്മാരും പ്രാർത്ഥിക്കും. അപ്പോൾ അതുകൊണ്ട് ശിവനെ അസുരർ സ്തുതിക്കുന്നു, ഭക്തന്മാർ ഭജിക്കുന്നു, യോഗികൾ ജപിക്കുന്നു. യോഗേശ്വരനായ ഭഗവാൻ ശിവനെ സർപ്പഹാരനാണ് ഭഗവാൻ, സർപ്പം ആഭരണമായി ഉള്ളത്. അതുപോലെ തന്നെ നീലകണ്ഠനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ ഭസ്മം ദേഹമൊത്തവും പൂശുന്ന ആളാണ് ഭഗവാൻ. അഗ്നിനേത്രനാണ് ഭഗവാൻ. തൃക്കണ്ണ് കൊണ്ട് നോക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഭഗവാൻ നശിപ്പിക്കും. എന്തെങ്കിലും അതിയായ ആഗ്രഹം നമുക്ക് ഭഗവാനെ എനിക്ക് ഒന്നിലേക്കും ആഗ്രഹമെല്ലാം നശിപ്പിക്കണമേ, എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കണമേ, ഈ ലോക ചിന്തയിൽ നിന്നെല്ലാം എന്നെ വിടുതൽ പ്രാപിക്കണം. അപ്പം നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ ഭഗവാന്റെ ആ തൃക്കണ്ണ് കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ ഇല്ലാതാക്കും ഭഗവാൻ. നമുക്ക് വേണ്ടാന്ന് വെച്ചാൽ ആഗ്രഹത്തിൽ നിന്നെല്ലാം മുക്തി നേടണം, ആഗ്രഹങ്ങളുടെ പുറകെ പോകാതിരിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ ആ തൃക്കണ്ണായിരിക്കുന്ന അത് കാമദഹനനെ എന്ന് പറയാം, കാമങ്ങളെ ദഹിപ്പിക്കുന്നവനെ. ഇത് നല്ല അർത്ഥമുള്ളൊരു നാമമാണ്. അത് ഞാൻ അങ്ങനെ എന്നും അന്നൊക്കെ ചൊല്ലുന്നൊരു നാമമാണ്. എല്ലാവർക്കും നമസ്കാരം. ഇത് ഇപ്പം ഞാൻ കുറച്ച് നാളൊന്നും ചൊല്ലാറില്ല, കാരണം എല്ലാം കൂടെ ചൊല്ലാനും എടുക്കാനൊന്നും എനിക്കിപ്പോൾ ഉള്ള അങ്ങനെയുള്ള പരിസ്ഥിതി അല്ലല്ലോ, സൗണ്ട് അടപ്പൊക്കെ വന്നല്ലോ. അപ്പം ഭാഗവതം തന്നെ നോക്കി മക്കൾക്കൊക്കെ ഇട്ട് തരുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഇത് ഇനിയും ഉണ്ട് ഒരുപാട് പാട്ടുകൾ ഞാൻ എഴുതുന്നുണ്ട്, അതൊക്കെ ഇപ്പം മറന്നേ പോയി. ഇന്നലെ ബുക്കിലെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. കൂടെ നമുക്ക് വല്ലതൊക്കെ നോക്കി പഠിച്ച് എടുത്ത് ഞാൻ പറയാം. ഇതിക്കൂടെ നാമം ചൊല്ലാം മക്കളെ. അങ്ങനെ എന്നും കേൾക്കാമല്ലോ. ഓം ലോകാസമസ്ത സുഖിനോഭം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വായിച്ച ബ്രഹ്മാവിൻ്റെ സ്തുതികളാണ്. ബ്രഹ്മാവ് സ്തുതിച്ചിട്ട് പിന്നും ഭഗവാനെ
ഭഗവാനെ അറിയാതെ ചെയ്ത അപരാധം അങ്ങയുടെ സൂനു എന്ന് കരുതി, ഒരു പുത്രനല്ലയോ, പുത്രൻ എന്ന് കരുതി ഞാൻ ചെയ്ത കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമെന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നതാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് വായിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് ഭൂമിയിലുള്ള മണൽത്തരികളൊക്കെ എണ്ണി കൂട്ടാം, വ്യോമന് നക്ഷത്രങ്ങളും അതുപോലെ നമുക്ക് എല്ലാം എണ്ണി പറക്കെടുക്കാൻ. നാൾ എന്താ, ഭഗവാന്റെ മഹിമ ആരാലും തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അത് ബ്രഹ്മാവിനിപ്പോൾ മനസ്സിലായി. കാരണം ഈ ഗോപന്മാരും പശുക്കുട്ടികളും എല്ലാവരും വിഷ്ണു രൂപമായി ഭഗവാൻ അവിടെ എല്ലാം പ്രത്യക്ഷപ്പെടുത്തി ബ്രഹ്മാവിനെ കാണിച്ചു. ബ്രഹ്മാവിനെ കൂടെ കാണിച്ചു കൊടുത്തു, വേറെ ബ്രഹ്മാവിനെ. അപ്പോൾ ആ ബ്രഹ്മാവ് നീ ആരെന്ന് ചോദിക്കുന്നു, ഞാൻ ബ്രഹ്മാവെന്ന് പറയുന്നു. ആ മറ്റേ കൈടഭൻ ഇദ്ദേഹത്തിനെ ഓടിക്കുന്നു. അവസാനം ഗത്യന്തരമില്ലാതെ ഭയന്ന് ഓടി വിറച്ച് ഒരു കുഞ്ഞിനെ പോലെ, ഒരു ബാലനെ പോലെ നിന്ന് തേങ്ങി വിഷമിച്ചപ്പോൾ അവസാനം ഭഗവാന്റെ കാൽക്കൽ തന്നെ വന്നു പ്രാർത്ഥിച്ചു. ബ്രഹ്മസ്തുതി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു. അത് ഇങ്ങനെ ഇപ്പോൾ അദ്ദേഹത്തിന് ഓരോന്നോരോന്ന് മനസ്സിലായി വരുന്നു. അതുകൊണ്ട് വ്യോമൻ നക്ഷത്രങ്ങളും തമ്മിൽ അതുപോലെ നമുക്ക് എണ്ണിക്കൂട്ടാം. എന്നാൽ ഭഗവാന്റെ മഹിമ ആരാലും പ്രാമാണ്യങ്ങളെ ഗണിക്കാവതല്ല. ആരാലും ഭഗവാന്റെ പ്രാമാണ്യങ്ങൾ എന്താന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റുകയില്ല. എന്നാലോ യാതൊരു പുമാൻ ഭക്തിയാ മാനസവശ കർമ്മണ്യോദയാദികൾ കൊണ്ട് നിന്നെ പൂജിച്ച് നിത്യം ജീവിക്കുന്നതും അവൻ ചെയ്തതൊക്കെയും ഭവാൻ അവർ മോദത്തോട് അനുഭവിച്ചു. അപ്പോൾ നമ്മൾ ഭക്തിയായിട്ട് ഭഗവാന് ഒരു കിണ്ടി വെള്ളത്തിലോ ഒരു പുഷ്പമോ അല്പം ജലമോ എന്തായാലും ഭഗവാനെ അത്രത്തോളം സ്നേഹത്തോടുകൂടി ഭഗവാന് ഭക്തിയോടുകൂടി കൊടുത്താൽ അത് എങ്ങനെയാ പൂജിച്ച്, അതായത് യാതൊരു പുമാൻ ഏത് മനുഷ്യരായാലും ഏത് പുരുഷന്മാരായാലും സ്ത്രീ ഭക്തിയാ മാനസവശ കർമ്മണ്യോദാണ്, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും നമ്മൾ ഭഗവാനെ മനമലർ, അതായത് മനസ്സാകുന്ന പുഷ്പം കൊണ്ട് ഭഗവാനെ ധ്യാനിച്ചാലും മതി, അല്ലാത്ത പുഷ്പം കൊണ്ടായാലും മതി, വാക്കുകൊണ്ടായാലും മതി, എന്ത് കർമ്മം കൊണ്ടായാലും. അപ്പം നമ്മൾ സാധുക്കൾക്കൊക്കെ ചെയ്യുന്ന കർമ്മങ്ങളായാലും നാക്കടക്കാ പ്രാണിക്ക് ചെയ്യുന്ന കർമ്മങ്ങളായാലും അതെല്ലാം പരമാത്മാവിനാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഭഗവാൻ അറിയാം. പ്രത്യേകിച്ച് ഭഗവാന് ഒരു വിഗ്രഹം വെച്ചിട്ട് അവിടെ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല, കൊടുക്കണ്ടെന്നല്ല, അത് നിവേദ്യം നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെയാണ് ഏത് നാക്കടക്കാ പ്രാണിക്കായാലും നമ്മൾ ചെയ്യുന്നതൊക്കെയും അനാഥർക്കായാലും അതൊക്കെ ഈശ്വരൻ കൈക്കൊള്ളും. അതങ്ങനെയാണ്. അതുകൊണ്ട് അതൊക്കെയാണ് നമ്മൾ ഭക്തിയാ ചെയ്യുന്നതെന്ന് പറയുന്നത്. നമുക്കങ്ങനെ ഭഗവാനോട് സ്നേഹവും ഭക്തിയും ഉണ്ടെങ്കിൽ കാണുന്ന അങ്ങനെയുള്ള നമ്മുടെ അച്ഛനും അമ്മയും അതുപോലെയാണ് കാണുന്നവർക്ക് ഇതെല്ലാം ദൈവത്തിൻ്റെ അത്ഭുത സൃഷ്ടികളല്ലേ. ഒന്നിലും പരമാത്മാവ് ഇല്ലാതില്ലല്ലോ. സർവ്വ സൃഷ്ടി ഈശ്വരൻ്റെ ആകുമ്പം എല്ലാത്തിലും പരമാത്മാവ് വസിക്കുമ്പോൾ എല്ലാം നമ്മൾ കാണുന്ന ദൈവങ്ങളാണ്. ഒരു അനാഥ കുട്ടിയെ കണ്ടാലും ഒരു മൃഗത്തിനെ കണ്ടാലും വിശന്ന് കറങ്ങുന്ന ഒരു വെള്ളം കുടിച്ചോളാൻ വയ്യാതപ്പോൾ കാക്കകളൊക്കെ വെള്ളം കുടിച്ചോളാൻ വയ്യാതെ വരും. ഇവരൊക്കെല്ലാം അതിൽ ഉള്ളിൽ വസിക്കുന്നതെല്ലാം പരമാത്മാവിൻ്റെ അംശങ്ങളാകുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി ചെയ്താൽ ഇതെല്ലാം ഈശ്വര പൂജയാണ്. അപ്പോൾ അതെല്ലാം ഭഗവാൻ ഉൾക്കൊള്ളും, കൈക്കൊള്ളും. അതാണ് ഇവിടെ പറഞ്ഞ യാതൊരു പുമാൻ ഭക്തിയാ. ഇത് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു തരുന്നത് വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. ഇത് അറിയേണ്ട മക്കൾക്ക് അറിയണമല്ലോ. അതുകൊണ്ട് എനിക്കുള്ള അറിവനുസരിച്ച് ഞാൻ പറഞ്ഞു തരുന്നത് അത്രയേ ഉള്ളൂ. അത് അങ്ങ് മനസ്സിലാക്കണം എന്നാണ് എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം. എല്ലാ മക്കളും മനസ്സിലാക്കണം. അതുകൊണ്ട് ഏതൊരു മനുഷ്യരായാലും ഭക്തിയോടുകൂടി മാനസവച കർമ്മണ്യോദയാദികൾ കൊണ്ട് ഭഗവാനെ അത് നിന്നെ പൂജിച്ച് നിത്യം എന്നും ചെയ്യണം. നിത്യം ജീവിക്കുന്നതും അങ്ങനെ ജീവിക്കുന്നത് അവൻ ചെയ്തതൊക്കെയും. അങ്ങനെ ചെയ്യുന്നത് ആരാണ്? ഞാനാണെങ്കിൽ ഞാൻ, മറ്റൊരാണെങ്കിൽ അങ്ങനെ ചെയ്തൊക്കെയും എന്ത് ചെയ്യും? ഭഗവാൻ ആവർമതത്തോടെ അനുഭവിക്കും. സന്തോഷത്തോടെ ഭഗവാനെ ഏറ്റുകൊള്ളും. നമുക്ക് ഭഗവാനെ ഒരു പുഷ്പം ഭഗവാന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാല്, അല്ലെങ്കിൽ ഒരു പഴം ഭക്തിയാ കൊടുക്കണം. ആരും നിർബന്ധിച്ചിട്ടല്ല, നമുക്ക് സന്തോഷമാണ്. ഭഗവാൻ എത്ര കൊടുത്താലും മുഴുക്കത്തിൽ. ഞാൻ എത്ര വർഷം കൊണ്ട് തുടങ്ങുന്നതാണ്, എനിക്ക് ഇതുവരെ ഒരു മടുപ്പ് തോന്നിയിട്ടില്ല. എനിക്ക് നിത്യേന ഞാനൊരു ചായ ഇട്ടാലും ഒരു പഴം കിട്ടിയാലും അത് ഭഗവാന് കൊടുക്കാത്ത കാര്യമില്ല. അതുപോലെ തന്നെ ജീവപ്രാണിക്കും എൻ്റെ മുമ്പിൽ വരുന്ന എന്തെങ്കിലും ജീവപ്രാണി ഉണ്ടെങ്കിൽ അതിന് വിശന്നും ദാഹിച്ചുകൊണ്ട് നേരത്തെ തന്നെ അവിടെ കൊണ്ട് കരുതിയേക്കും. അവരൊന്നെടുത്ത് കഴിച്ചുകൊണ്ട് പൊക്കോളും, വെള്ളം കുടിച്ചുകൊണ്ട് പൊക്കോളും. എന്തായാലും അങ്ങനെയാ. വയ്യാതെ കിടന്നാലും ഞാൻ അവരെ എന്നെ കാണാൻ വേണ്ടി വന്ന് കരഞ്ഞ് ചോദിക്കുമ്പോൾ തന്നെ ഞാൻ അവിടുന്ന് പൊങ്ങി എഴുന്നേറ്റ് എനിക്ക് സമാധാനം വരത്തില്ലല്ലാതെ. വയ്യാതെ ഒന്ന് കിടന്നാൽ തന്നെയും ഞാൻ അവിടുന്ന് എനിക്കപ്പോൾ എഴുന്നേൽക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല, എനിക്കതിന് മടുപ്പില്ല. അങ്ങനെയാണ്. അപ്പോൾ ഭഗവാന് നമ്മൾ ചെയ്യുന്നത് മടുപ്പില്ലാതെ സന്തോഷത്തോടും ഭക്തിയോടും കൊടുത്ത് പോരാന്ന് വേണം ചിന്തിക്കാൻ. ആർക്കായാലും മൃഗത്തിനായാലും
അപ്പോൾ അതുകൊണ്ട് ആവർ മുഖത്തോടെ അനുഭവിച്ചു, ഭഗവാൻ അനുഭവിക്കും. എന്നിട്ടോ നൽകിയിടുന്ന കാരുണ്യ വശവർത്തിയായിരിക്കും അവനൊരു. അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ അത് ഭഗവാൻ അത് സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് ഭഗവാന്റെ കാരുണ്യം നമ്മളിലേക്ക് വരും. ആ കാരുണ്യം വശവർത്തിയായിരിപ്പ് അവനൊരു കൂറുണ്ട്. അങ്ങനെ നമ്മളോട് ഭഗവാനൊരു സ്നേഹമുണ്ട്, കൂറുണ്ട്, ഒരു പക്ഷം പിടിച്ചൊരു സ്നേഹമുണ്ട്. എൻ്റെ ഭക്തനാണ്. ഭഗവാൻ ഭക്തനിലും ഭക്തൻ ഭഗവാനിലും. കർത്താവ് പറയുന്നു, പിതാവെന്നിലും ഞാൻ പിതാവിലും. എന്താ എത്രമാത്രം സത്യമായ കാര്യമാത്! അനുഭവിക്കുന്നവർക്കല്ലേ ആ രുചി അറിയൂ. അതുകൊണ്ട് ഒരു കൂറുണ്ട് മുക്തി പദം തന്നിൽ എന്നല്ലോ കേൾപ്പൂ. ഇത് ബ്രഹ്മാവ് പറയുന്നതാണ്. എല്ലാം അദ്ദേഹം മനസ്സിലാക്കി പ്രാർത്ഥിച്ചു. എല്ലാം അങ്ങാർക്ക് മനസ്സിലായി. ബ്രഹ്മാവിൻ്റെ അഹങ്കാരമൊക്കെ പോക്കി. അതുകൊണ്ട് അങ്ങനെ മാത്രമേ നമുക്ക് പറ്റൂ. അല്ലാതെ ഭഗവാന്റെ പ്രാമാണ്യങ്ങളെ നമുക്ക് ഗണിക്കാൻ ആരാലും സാധ്യമല്ല. നമുക്ക് ഭക്തിയോടുകൂടി ഭഗവാൻ എന്തെങ്കിലും നൽകി ഭഗവാനോട് സ്നേഹിച്ച് ഭക്തി കൊണ്ട് കൊടുക്കുമ്പോൾ അത് ഭഗവാൻ സ്വീകരിച്ചിട്ട് ഭഗവാന്റെ കാരുണ്യം നമ്മളിലേക്ക് അല്പം വരും. അങ്ങനെ നമുക്ക് നമ്മളിലൊരു കൂറ് വന്നിട്ട് നമുക്കൊരു മുക്തിപദം കിട്ടും. അല്ലാതെ മറ്റൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഈശ്വരൻ എത്രമാത്രം വലിപ്പമാണെന്നോ എന്തെല്ലാം മഹിമയാണെന്നോ ഒന്നും ആർക്കും അത് ചിന്തിക്കാൻ പോലും കഴിവില്ല. അതിനാണ് ഉദാഹരണം തന്നിരിക്കുന്നത്. ഭൂമിയിലെ മണൽ തരികളെല്ലാം നമുക്ക് എണ്ണിപ്പറക്കാം. വ്യോമനി ആകാശ നക്ഷത്രങ്ങൾ നമുക്ക് എണ്ണിക്കൂട്ടാം. പക്ഷേ ഭഗവാന്റെ മഹിമ അറിയാൻ അളക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഞാനേതും അറിയുന്നോനല്ല എൻ്റെ ഭഗവാനേ ദീനകാരുണ്യാംബുധേ. മായയാൽ എന്നെ ഭവാൻ മോഹിപ്പിക്കരുത്. നിന്നാഭി പങ്കജത്തിൽ നിന്നാഹന്ത ജനിച്ചൊരു സൂനു. ഞാൻ അറിയാതെ ചെയ്ത അപരാധങ്ങളെ ക്ഷമിച്ചു വഴി പോലെ കൈതവമൊഴിഞ്ഞ് കാത്തരുളണമേ നിത്യം. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഞാൻ അവിടുത്തെ നാഭിയിൽ ജനിച്ചൊരു കുഞ്ഞാണ്, മകനാണ്. സൂനു എന്ന് വെച്ചാൽ കുട്ടി. ആ കുട്ടി ഒരു കുഞ്ഞിന് വല്ലതും അറിയാമോ? അതുകൊണ്ട് അങ്ങനെ അറിയാതെ ഒരു മകൻ എന്നുള്ള നിലയിൽ ഞാൻ അറിയാതെ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിക്കണമേ. വഴിപോലെ കൈതവുമൊക്കെ എൻ്റെ സങ്കടങ്ങളെല്ലാം ഒഴിച്ച് കാത്തരുളണമേ എന്ന് പറയുന്നത് ബ്രഹ്മാവ്. നമുക്കും അതുപോലെ പറയണം. നമുക്കെന്ത് നമ്മളിൽ കുറ്റമോ കുറവോ ഉണ്ട് ഭഗവാനെ, അറിവില്ലാതെ എന്തൊക്കെയോ ചെയ്തു പോകുന്നു. ഞാൻ അറിഞ്ഞോ അറിയാതെയോ അന്നന്ന് ചെയ്ത കാര്യങ്ങളുടെ കുറ്റവും കുറവിനെല്ലാം ഭഗവാനോട് വൈകിട്ട് സന്ധ്യാ സമയത്ത് നാമം ചെല്ലുമ്പോൾ നന്മ തന്നതിന് നമ്മൾ നന്ദി പറയണം, പ്രാർത്ഥിക്കണം. നമ്മൾ എന്തെങ്കിലും ദോഷങ്ങൾ അറിയാതെയോ ചെയ്തതിന് ഭഗവാനെ ക്ഷമിക്കണമേന്ന് അന്നന്ന് ചെയ്താലും ചെയ്തില്ലെങ്കിലും അന്നന്ന് പറയുമ്പോൾ അതിൻ്റെ കേടങ്ങ് തീരും. ആത്മാർത്ഥമായി പറയണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് നിന്നുടെ രജോ ഗുണത്തെങ്കിൽ നിന്നുണ്ടായി വന്നോനെന്ന് ഉള്ളിൽ അജനഹമെന്നുള്ളൊരു അഹങ്കാരാൽ വന്നിടും അന്ധാത്മ ചക്ഷുസ് അനാഥനാം ഇവൻ എന്നറിഞ്ഞനുദിനം പാലയാ ദയാനിധേ. നിന്നുടെ രജോ ഗുണത്തിൽ, കാരണം ബ്രഹ്മാവിന് രജോ ഗുണമാണ് ഭഗവാൻ കൊടുത്തേക്കുന്നത്. പരമാത്മാവ് ബ്രഹ്മാവിന് രജോ ഗുണം, മഹാവിഷ്ണു സാത്വികം, ഭഗവാൻ ശിവശങ്കരൻ തമോ ഗുണം പരമശിവന്. അങ്ങനെ കൊടുത്തതിൽ നിന്നുടെ രജോ ഗുണത്തിൽ നിന്നാണ് ബ്രഹ്മാവ് വന്നേക്കുന്നത്. അതുകൊണ്ട് അജനഹം, ഞാൻ അജനെന്ന്, ഞാൻ അതുകൊണ്ട് ഇവിടെ എല്ലാവരെയും സൃഷ്ടിച്ചപ്പോൾ ഞാൻ സൃഷ്ടാവാണെന്നും വിശ്വത്തിൻ്റെ കർത്താവാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞതനുസരിച്ച് ഞാനങ്ങ് അഹങ്കരിച്ചു പോയി. ഞാൻ അജനായി. ഞാനാണ് വലിയവനെന്ന്, സൃഷ്ടികർത്താവല്ലയോ ഞാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ രജോ ഗുണം അങ്ങനത്തെ ആണല്ലോ, സാത്വികം അല്ലാത്തതുകൊണ്ട്. രജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ അങ്ങ് ഒരു ആഗ്രഹങ്ങൾ, ഞാനെന്നുള്ള ഭാവമുണ്ട്. രജോ ഗുണം അങ്ങനെയാണ്. ആ സാത്വിക ഗുണത്തിന് അതില്ല. അപ്പോൾ രജോ ഗുണത്തിൽ നിന്നുണ്ടായിപ്പോയത് കൊണ്ട് എന്നുള്ളിൽ അജൻ, ഞാൻ വലിയവൻ, ഞാൻ എന്നുള്ള ഭാവം അദ്ദേഹത്തിന് വന്നുപോയി. ഈ ഞാനെന്ന് പറയുന്ന വാക്കിനകത്ത് ഇരിക്കുന്ന ഭാവത്തിനാണ് ഇവിടെ ഞാനെന്നുള്ളത് വരുന്നത്. നമ്മളെല്ലാവരും സംസാരിക്കുമ്പോൾ ഞാനെന്നോ നമ്മളെന്നോ പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ എന്നെ കൊണ്ടല്ല നടക്കും, ഞാനല്ലയോ ഇവിടുത്തെ വലിയ എന്നൊരു ഭാവത്തിൽ വരുന്നതാണ് ഈ ഞാനെന്നുള്ളത്. അത് ഇദ്ദേഹത്തിന് എങ്ങനെ വന്നു? രജോ ഗുണത്തിൽ നിന്നാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ട് അജൻ, അഹം, ഞാൻ അജനാണെന്നുള്ളൊരു അഹങ്കാരം വന്നു. അതുകൊണ്ട് എൻ്റെ അന്ധാത്മ ചക്ഷുസ് കണ്ണ്, എൻ്റെ കണ്ണ് കാഴ്ച കുറഞ്ഞു പോയി. എന്നെ ഇരുട്ട് ബാധിച്ചു, അന്ധകാരം എന്നെ ബാധിച്ചതുകൊണ്ട് ഞാൻ അഹങ്കാരം കൊണ്ട് എനിക്ക് അങ്ങനെ ആയിപ്പോയി.
ചക്ഷസ് അനാഥനാം ഇവൻ. അതുകൊണ്ട് ഞാൻ അനാഥനാണ്. അങ്ങനെയുള്ള ഞാൻ, എൻ്റെ അഹങ്കാരം വന്നുപോയി ഭഗവാനെ. ദീനകാരുണ്യാംബുധേ, എനിക്ക് അറിവില്ലായ്മ കൊണ്ട്, ഞാൻ രജോ ഗുണത്തിൽ ജനിച്ചതുകൊണ്ട് എനിക്ക് അഹങ്കാരം, അജൻ എന്നുള്ള അഹങ്കാരം, ഞാൻ വലിയവൻ എന്നുള്ള അഹങ്കാരം എൻ്റെ ഉള്ളിൽ വന്നു എന്നറിഞ്ഞ് അനുദിനം പാലയാ ദയാനിധേ, അങ്ങനെ ആയിപ്പോയി ഭഗവാനെ. അതുകൊണ്ട് എന്നെ അനുദിനം എന്നെ പാലിക്കണമേ, എന്നെ രക്ഷിക്കണമേ എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കും എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെ ചെയ്ത എന്തെങ്കിലും അഹങ്കാരങ്ങൾ അല്പം ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ വളരെ വളരെ ഭഗവാൻ പറയണേ, എൻ്റെ അഹങ്കാരം ഭഗവാനെ ഞാൻ അറിയാതെ വന്നു പോകുന്നു, അതെന്താ, അതെന്നിൽ നിന്ന് മാറ്റണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഭിന്നമായികളാകും ജന്തുക്കൾ ജഗത്രയം തന്നുള്ളതിൽ വച്ചിങ്ങൊന്നു ഞാൻ അസാരജ്ഞൻ. അപ്പോൾ ജന്തുക്കൾ ഭിന്നമായികളാകുന്ന ഒരുപാട് ജന്തുക്കൾ ലോകത്തുണ്ട്. ജഗത്രയം, ത്രയം മൂന്ന് ലോകത്തിലും ഒരുപാട് പല രീതിയിലുള്ള ഭഗവാന്റെ സൃഷ്ടികളായ ജന്തുക്കളുണ്ട്. അത് അങ്ങനെ ഉള്ളത് വച്ച് ഇങ്ങ് ഒന്ന് ഒരു പുഴു തൊട്ട് ഒരു കീടം തൊട്ട് ബ്രഹ്മാവ് വരെ ഉള്ളതിൽ ഏതെങ്കിലും ഒരു അണുവേ ഉള്ളു, അണു പോലും ഇല്ല. അങ്ങനെ ആയി ബ്രഹ്മാവ്. അപ്പോൾ എത്രത്തോളം ഈ 3 ലോകത്തിലും വെച്ചുള്ള ജന്തുക്കൾ വെച്ച് ഒന്ന് ഞാൻ അസാരജൻ, അത് ഒന്നേ ഞാനുള്ളു. അതിനു മുമ്പ് എന്തുവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ? ഞാൻ നാഭിയിൽ ജനിച്ച മകനാണ്, നാരായണൻ്റെ മകനാണ്, ഞാൻ നാഭിയിൽ പങ്കജത്തിൽ ജനിച്ചവനാണ്, ഞാൻ അജനാണ്, ഞാൻ എല്ലാത്തിലും ഒന്നാമനാണ് എന്നൊരു തോന്നൽ, ഞാൻ അവിടുത്തെ മകനാണ്, പിതാവിനേക്കാളും അത് നാരായണനേക്കാളും വലിയവനാണ്. കാരണം അതുകൊണ്ടാണല്ലോ കൃഷ്ണനെ പരീക്ഷിച്ചത്, പിതാവാണല്ലോ കൃഷ്ണനായിട്ട് വന്നത്. അതുകൊണ്ട് അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഒരുപാട് ജന്തുക്കൾ 3 ലോകത്തിനുള്ളത് വെച്ച് ഞാൻ അതിൽ ഒന്ന് മാത്രം, ഒരു അണുവിനേക്കാളും ചെറുതായിട്ടൊരു ഞാൻ അസാരജ്ഞനാണ്, ഞാൻ അതിലെല്ലാം നിസ്സാരമാണ്. അതുകൊണ്ട് നിന്നുടെ കാരുണ്യത്താൽ സൃഷ്ടിച്ചേൻ പ്രജകളെ. എൻ്റെ വലിപ്പം കൊണ്ടൊന്നും അല്ല ഞാൻ ഇവിടെ സൃഷ്ടിച്ചത്, ഈ എല്ലാവരെയും ഞാൻ സൃഷ്ടി നടത്തിയത് ഭഗവാന്റെ കാരുണ്യം. പിതാവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്താൽ ഈ ജനങ്ങളെ, ഈ ലോകത്തെ എല്ലാത്തിനെയും ഞാൻ സൃഷ്ടിച്ചു പ്രജകളെ. അത് നിമിത്തം തന്നിമിത്തത്താൽ, അതുകൊണ്ട് വിശ്വകർത്താവെന്നെല്ലാവരും ചൊല്ലുന്നോർ എന്നെ അതുകൊണ്ട് അഹങ്കൃതി പൂണ്ട് വല്ലായ്മകളും ചിന്തിച്ച് ഞാൻ അല്ലലിൽ വീണ്, ഞാനിങ്ങനെ അല്ലലിൽ, ഇങ്ങനെ വിഷമമാകാൻ എന്നെ ബ്രഹ്മാവ് ഓടിച്ചു. ഏത് ബ്രഹ്മാവ്? ഭഗവാൻ സൃഷ്ടിച്ച ബ്രഹ്മാവ് എന്നെ ഓടിച്ചു. അവസാനം ഒറ്റയ്ക്കായി ഒരു ബാലനെ പോലെ, ഒരു കുഞ്ഞിനെ പോലെ, ഒന്നുമില്ലാത്തവനെ പോലെ ചെന്നവിടെ നിന്നു അനാഥനായിട്ട്. അപ്പോൾ എന്താ കാരണം? അഹങ്കാരം ഉള്ളതുകൊണ്ട്. അപ്പോൾ എന്തു വന്നു? തൻ നിമിത്തത്താൽ, എല്ലാം ഭഗവാന്റെ കാരുണ്യത്താൽ ഈ പ്രജകളെയൊക്കെ സൃഷ്ടിച്ചു, അല്ല എൻ്റെ വലിപ്പം കൊണ്ടൊന്നും അല്ല എന്ന് ബ്രഹ്മാവ് പറയുന്നു. അതുകൊണ്ട് തൻ നിമിത്തത്താൽ ഞാനങ്ങനെ എല്ലാവരെയും സൃഷ്ടിച്ചെന്നുള്ള വലിപ്പം എനിക്ക് ഉണ്ടായിപ്പോയി. അതുകൊണ്ട് എല്ലാവരും എന്നെ വിശ്വകർത്താവെന്നെല്ലാവരും എന്നെ ചൊല്ലുന്നു, എന്നെ വിളിക്കുന്നു. ഞാൻ വിധാതാവാണ്, ഞാൻ എല്ലാവരെയും സൃഷ്ടിക്കുന്ന വിധികർത്താവാണ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞതുകൊണ്ട് ഞാൻ അറിയാതെ അഹങ്കരിച്ചു പോയി. അതുകൊണ്ട് തൻ നിമിത്തത്താൽ വിശ്വകർത്താവെന്ന് എല്ലാവരും ചൊല്ലുന്നവർ എന്നെ അതുകൊണ്ട് അഹങ്കൃതി പൂണ്ട്. അതുകൊണ്ട് എൻ്റെ ഉള്ളത്തിൽ അഹങ്കാരം വന്നു. വല്ലായ്മകളും ചിന്തിച്ച് അല്ലലിൽ വീണിടിനേൻ. ഞാനങ്ങനെ ആരുമില്ലാത്തൊരു അനാഥനായി മാറിയിരിക്കുന്നു ഭഗവാനെ. തുല്യനെന്നുള്ള ഭാവം ഉള്ളിലുണ്ടായില്ല, ഒരു തെല്ല് ഇന്നുണ്ടായത് നശിച്ചുകൂടിയതാനും. ഞാൻ പിതാവിൻ്റെ തുല്യനെന്നുള്ള ഭാവം എനിക്കില്ല, എങ്കിലും അല്പം അഹങ്കാരം എന്നിലുണ്ടായിരുന്നു, അതെല്ലാം നശിച്ചു കൂടി. കാരണം ഭഗവാൻ അവിടെ ബ്രഹ്മാവിനെയും ലോകം മൊത്തം വേറെ സൃഷ്ടിച്ചു. എല്ലാ പശുക്കളും ഗോപന്മാരെല്ലാം വിഷ്ണു രൂപികളായി, മാത്രമല്ല ശംഖചക്രങ്ങളായിരുന്ന ഭഗവാൻ വിഷ്ണുവിൻ്റെ എന്താണ് അതുപോലെ സർവ്വതും അങ്ങനെയായി കണ്ടു. പശുക്കളും എല്ലാം അവിടെ എല്ലാം ഭഗവാൻ, ഭൂമിദേവിയും മഹാലക്ഷ്മി എല്ലാവരും ഇരുഭാഗത്ത് നിൽക്കുന്നു, എല്ലാ മഹാവിഷ്ണുവിൻ്റെയും. ഇതെല്ലാം കണ്ടപ്പോഴാണ് അന്തം വിട്ട് ഭയന്ന് ഓടി ഒളിച്ചു അങ്ങനെയുള്ള ബ്രഹ്മാവ്. അതുകൊണ്ട് തുല്യനെന്നുള്ള ഭാവം ഉള്ളിലുണ്ടായില്ല, ഒരു തെല്ല് ഇന്നുണ്ടായി, അത് നശിച്ചും പോയി. അതാണ് ഒരു തെല്ല് ഒന്നുണ്ടായത് നശിച്ചു കൂടിയതാൻ, അതില്ലാതെ പോയി. എനിക്കിപ്പോൾ അഹങ്കാരമൊക്കെ പോയി ഭഗവാനെ. നിന്തിരുവടിയോട് തുല്യനെന്ന് എനിക്ക് ഉള്ളിൽ എന്തുകൊണ്ടുണ്ടാകുന്നു ചിന്തിച്ചാൽ അഖിലേശ. എന്താ ഭഗവാനെ എനിക്ക് പിതാവിനോട് തുല്യനെന്ന് തോന്നാനുള്ള കാരണം ചിന്തിച്ചാൽ എന്താ അങ്ങനെ ആയിപ്പോയത്? സന്തതം തവ ജഠരത്തിൽ, ജഠരം ഉദരം, വയറ്, ഭഗവാന്റെ ഉദരത്തിൽ സന്തതം എപ്പോഴും തവ ഭഗവാൻ, എപ്പോഴും ഭഗവാന്റെ ജഠരത്തിങ്കൽ ഉദരത്തിങ്കൽ ലയിച്ചുകൊണ്ട് അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അദ്ദേഹത്തിന് ഭഗവാന്റെ ഉദരത്തിൽ, ബ്രഹ്മാവിൻ്റെ ഉദരത്തിൽ അങ്ങനെ കിടക്കൂ? ആ ബ്രഹ്മാവ്
ജനിച്ചും മരിച്ചും നിൽക്കേണ്ട ആളാണ്, നമ്മളെപ്പോലെ തന്നെയാണ്. പക്ഷേ ഒരുപാട് വർഷം കഴിഞ്ഞിട്ടേ മരണമുള്ളൂ. നമ്മളെപ്പോലെ തന്നെയാണ് ബ്രഹ്മാവും. നമുക്ക് 120 വർഷം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിനേക്കാൾ വർഷം കഴിയുമ്പോൾ അദ്ദേഹവും മരിക്കും. അതുകൊണ്ട് പരമാത്മാവിന് നാശമുണ്ടോ? നിത്യനല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായ അദ്ദേഹവും ഈ സർവ്വ പ്രാണികളിലും ഒരു അസാരജ്ഞനായ ഒന്നേ ഉള്ളൂ. അത് ഭഗവാന്റെ നാഭി ജനിച്ചതുകൊണ്ടായില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, സന്തതം ഭഗവാന്റെ ഉദരത്തിൽ ലയിച്ച് കൊണ്ട് അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. പ്രളയം വരുമ്പോൾ സർവ്വ സൃഷ്ടികളും ലയിച്ച് ഭഗവാന്റെ ഉദരത്തിലേക്ക് ആവാഹിച്ച് ലയിപ്പിച്ച് ഇരുത്തും. അണ്ടങ്ങൾ അസംഖ്യമായുണ്ടവ എല്ലാറ്റിലും അർണോജോത്ഭവന്മാരും ഉണ്ടല്ലോ വേറെ വേറെ. അങ്ങനെ വരുമ്പോൾ വേറെ വേറെ ബ്രഹ്മാവും വരുന്നുണ്ട്. ഈ ബ്രഹ്മാവ് അങ്ങ് മരിക്കും, വേറെ ബ്രഹ്മാവാണ് അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ബ്രഹ്മാവിന് മരണമുണ്ട്. അണ്ടങ്ങൾ അസംഖ്യം ഉണ്ട്, അതായത് ബ്രഹ്മാണ്ടങ്ങൾ അസംഖ്യം ഉണ്ട്. അവയിലെല്ലാം അർണോജോത്ഭവന്മാരും ഉണ്ട്. വേറെ 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 ബ്രഹ്മാവും വേറെ മാറി വരും. നിന്നകത്തടങ്ങിയും കൂടവേ പുറപ്പെട്ട് ഒന്നിച്ച് തവ ശ്വാസഹംസ സംക്രമവശാൽ എന്നതിൽ ഒന്നിൽ പിടിമുഴം ഏഴായിട്ടങ്ങു നിന്ന് നിന്നാഭി പത്മസ്ഥിതനായുള്ളോനഹം. അപ്പോൾ എത്രയോ ബ്രഹ്മാണ്ടങ്ങൾ അനേകം ഉള്ളതിൽ ഓരോരോ ബ്രഹ്മാവ് മാറി മാറി വരുമ്പോൾ അതിൽ ഒരുത്തനായിട്ടാണ് ഈ ബ്രഹ്മാവ് വന്നേക്കുന്നത്. അതിൽ പിടിമുഴ ഏഴായിട്ടങ്ങ് നിന്ന നാഭി പത്മസ്ഥനായുള്ളവനാக, അങ്ങനെയുള്ള ഞാൻ അങ്ങയുടെ നാഭിൽ ഉള്ളവനാണ്. പിന്നെയും അനവധി രോമദ്വാരങ്ങൾ തോറും അന്വഹം ധരിച്ചരുളിയിടിന നീയും ഞാനും ചിന്തിച്ചാൽ അണുവേതുമില്ല ഒരിക്കലും. അപ്പോൾ എന്താ പറയുന്നത്? പിന്നെയും അനവധി രോമദ്വാരങ്ങൾ തോറും അന്വഹം ധരിച്ച് അരുളിടിന് നീയും ഞാനും, അതായത് ഈ നീ എന്ന് പറഞ്ഞ പരമാത്മാവായ നാരായണൻ, ഞാനെന്ന് പറഞ്ഞ ബ്രഹ്മാവ്, അങ്ങനെയുള്ള നമ്മൾ രണ്ടിലും ചിന്തിച്ചാൽ അണുവേതുമില്ല. ഒരു അണുവിൻ്റെ അത്ര പോലും ഞാനില്ല, ബ്രഹ്മാവില്ല. അത് മനസ്സിലായ അദ്ദേഹത്തിന് ഞാനൊന്നുമല്ല. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയാണോ? നമ്മൾ ആരിലും ഒരു അണുവിൽ പോലും ചെറുതാണെന്ന് നമ്മൾ കണ്ട് നമ്മൾ അങ്ങനെ നിർവൃതി അടഞ്ഞാൽ നമ്മൾക്ക് ഭഗവാനടുക്കൽ ചെല്ലുമ്പോൾ നമുക്ക് ഈശ്വരനോട്ട് ലയിച്ച് ആനന്ദത്തിൽ സ്വർഗതുല്യം ആനന്ദത്തിൽ നമുക്ക് ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ തന്നെ നന്നായി ശാന്തിയും സമാധാനവും ആനന്ദത്തിൽ ലയിക്കാം. എങ്ങനെയാ? ഈ അണുവിലും ചെറുതാണെന്നുള്ള ഒരു ഭാവം നമുക്ക് വേണം. ഇപ്പം ബ്രഹ്മാവിന് തോന്നി അന്വഹം ധരിച്ച അരുളിൻ്റെ നീയും ഞാനും. അപ്പോൾ ഭഗവാൻ ആര്, ഞാൻ ആര്? ഞാൻ അണുവിലും ചെറുതെന്ന് ബ്രഹ്മാവ് മനസ്സിലാക്കി. അപ്പം നീയും ഞാനും ചിന്തിച്ചാൽ അണുവേതുമില്ല ഒരിക്കലും. പുനരന്തരം തമ്മിൽ എത്ര പാരമുണ്ടോർക്കുന്നേരം, എത്രമാത്രം പാരമാണ് അന്തരം, അകലം. ഭഗവാൻ എവിടെ നിൽക്കുന്നു? ബ്രഹ്മാവ് എവിടെ കിടക്കുന്നു? ബ്രഹ്മാവ് അണുവിലും ചെറുതായി നിൽക്കുന്നു. ഭഗവാൻ ലോകനാഥനായ ഭഗവാൻ ത്രിലോകങ്ങളുടെയും എല്ലാത്തിനും നാഥനായ ലോകേശ്വരനായ ഭഗവാൻ നിത്യനായി നിൽക്കുന്നു. അതുകൊണ്ട് അന്തരം അത്രമാത്രം അകലമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ചിന്തിച്ചാൽ അണുവേതുമില്ല ഒരിക്കലും. അന്തരം തമ്മിൽ എത്ര പാരമുണ്ട് ഓർക്കുന്നേരം, ഓർത്താൽ ഒരു ഗത്യന്തരമില്ല. വെറും അണുവിലും അണുവായി നിൽക്കുന്നു ബ്രഹ്മാവ്. ഭഗവാൻ നാരായണൻ എവിടെ നിൽക്കുന്നു? അന്തരം പറയാൻ പറ്റത്തില്ല. നിത്യവും കുടുംബൈക ഭരണ പരിശ്രമേ ശ്രദ്ധയാ വലയുന്നേ നിന്മായാബലവശാൽ ചത്തും അൻപോട് പിന്നെ പിറന്നും മരിച്ചും ഇങ്ങുദ്ഭവിച്ചഹോ ചത്തും പിറന്നും താനേ തന്നെ വർത്തിച്ച് കഴിയുന്നത് എത്ര നാളുണ്ട്? ഈ വണ്ണം എത്ര നാളേക്ക് വേണ്ടു കേവലം ഇനിയും ഞാൻ. അദ്ദേഹം പറയുന്നു, എത്ര നാൾ ഞാനിനി ഇങ്ങനെ ജനിച്ചും മരിച്ചും നിൽക്കണം? അപ്പോൾ നിത്യവും കുടുംബൈക ഭരണ പരിശ്രമമുണ്ട് ഇദ്ദേഹത്തിനെ എന്താ ഏൽപ്പിച്ചേക്കുന്നേ? സൃഷ്ടി. പരമാത്മാവ് ഭഗവാൻ നാരായണൻ രജോ ഗുണം കൊടുത്തിട്ട് ബ്രഹ്മാവിന് കൊടുത്ത തൊഴിലെന്താണ്? സൃഷ്ടി നടത്തുക, കുടുംബം നന്നാക്കുക. നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലൊരു ഗൃഹനാഥനും ഒരു ഗൃഹനാഥയും മക്കളുമായിട്ട് കഴിയുന്നു. അതുപോലെ ലോകമാകുന്ന കുടുംബത്തിൽ ഈ ബ്രഹ്മാവിനെ ഏൽപ്പിച്ചേക്കുന്നത് എന്താണ്? സൃഷ്ടി. ഇപ്പോൾ ഒരമ്മ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തുന്നു. നമുക്ക് 2, 3 അല്ലെങ്കിൽ 10 മക്കൾ വരും. ബ്രഹ്മാവ് ആ കുടുംബത്തിൽ ലോക കുടുംബത്തിലുണ്ട്. ലോകം മൊത്തം എല്ലാ സൃഷ്ടിയും ജീവജാലങ്ങളെ എല്ലാവരെയും സൃഷ്ടിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബ ഐക ഭരണ പരിശ്രമേ, അതാണ് അദ്ദേഹത്തിൻ്റെ പരിശ്രമം. ശ്രദ്ധയാ വലയുന്നേൻ, അങ്ങനെ അദ്ദേഹം ശ്രദ്ധാപൂർവം തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആര് കൊടുത്ത തൊഴിലാ? ഭഗവാൻ നാരായണൻ. അപ്പോൾ അദ്ദേഹത്തിന് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇദ്ദേഹം ആ തൊഴിൽ ചെയ്യുന്നു. നമ്മളും എന്താ ചെയ്യുക?
ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മളിവിടെ കുടുംബം നടത്തുന്നു, നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ പോകുന്നു. നമ്മളും അതുപോലെ പറയണം, ഭഗവാനി അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ കുടുംബം നിത്യവൃത്തി കഴിഞ്ഞ് പോകുന്നു, ഒന്നിനും വിഷമമില്ല. ഇത് നന്ദിയും പറഞ്ഞ് നമ്മളും ഇതുപോലെ പഠിക്കണം. ഇല്ലെങ്കിൽ ബ്രഹ്മാവിനെ പോലെ നമ്മളെ ഇട്ട് കറക്കും. ഇതിനാണിത് പഠിക്കുന്നത്. നമ്മളെ ഓടിച്ചിട്ട് പിടിക്കും. അതാണ് ഈശ്വരൻ. അതുകൊണ്ട് നമ്മൾ അന്നന്ന് ചെയ്യുന്ന കാര്യങ്ങൾ കർമ്മദോഷങ്ങളാണെങ്കിൽ ഭഗവാനി അറിഞ്ഞോ അറിയാതെയോ എന്തൊക്കെയോ ചെയ്തു പോയി, അന്നെന്നുള്ള അതിനെല്ലാം ക്ഷമാപണം ചോദിക്കുക. ഭഗവാൻ തന്ന നന്മയ്ക്ക് വേണ്ടി നമ്മൾ നേരം വെളുത്ത് എഴുന്നേൽക്കുന്ന തൊടത്ത് രാത്രി കിടക്കുന്നവരെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു. നേരം വീണ്ടും വെളുക്കുമ്പോൾ അതുപോലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ ഭഗവാനെ ഞങ്ങൾക്ക് ഒരാപത്തും വരാതെ ഭഗവാൻ ഇന്ന് ഞങ്ങളെ എണീപ്പിച്ചല്ലോ, ഇനിയും പഴയതുപോലെ അന്നുള്ള ജോലികൾ ചെയ്യുന്നു, വീണ്ടും അതിന് നന്ദി പറയുക. ഇതൊക്കെയാണ് നമുക്കും വേണ്ടുന്നത്. കുടുംബ പരിശ്രമം, അതാണ് നിത്യവും കുടുംബൈക ഭരണ പരിശ്രമേ ശ്രദ്ധയാ വലയുന്നേ. നമ്മളെല്ലാവരും ശ്രദ്ധാപൂർവമാണ് ഇതൊക്കെ നടത്തുന്നത്. നിൻ മായാബലവശാൽ ഭഗവാന്റെ മായ കൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ചത്തും അൻപോട് പിന്നെ പിറന്നും മരിച്ചും ഉത്ഭവിച്ചഹോ, ചത്തും പിറന്നും താനേ തന്നെ പുനരഭിജനനം പുനരഭിമരണം. നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കുന്നു, മരിക്കുന്നു, മരിക്കുന്നു, ഇങ്ങനെ ഉത്ഭവിച്ചഹോ, അങ്ങനെ നമ്മൾ കഴിയുന്നു. ഇതിന് എത്ര നാളുണ്ടെന്ന് ബ്രഹ്മാവ് ചോദിക്കുന്നു. ബ്രഹ്മാവിനുണ്ട് ഈ മരണവും ജനനവും. അതുകൊണ്ട് ചോദിക്കുന്നു, ഇങ്ങനെയെല്ലാം താനേ തന്നെ ചത്തും പിറന്നും കഴിഞ്ഞിട്ട് എത്ര നാളുണ്ട് ഈ വണ്ണം, എത്ര നാളേക്ക് വേണ്ടു കേവലം ഇനിയും ഞാൻ എത്ര നാൾ കഴിയണം, ഇനി മരണത്തിനും പിന്നെ ജനിക്കാനും ഇനി എനിക്ക് എങ്ങനെ എത്ര നാളുണ്ട് ഭഗവാനെ എന്ന് പിതാവിനോട് ചോദിക്കുന്നു, നാരായണനോട് ചോദിക്കുന്നു. എന്നാൽ ഇതിനകത്ത് വേറൊരു കാര്യം എന്താ പറയുന്നത്? നിത്യനാം നിനക്കൊരു ഭേദമില്ല ഒരിക്കലും, ഉൾത്താരിൽ അത്യാനന്ദ വൃത്തി രമ്യത എന്നീ ചറ്റല്ല ഭേദം നമ്മിലെത്രയും വളരെ ഉണ്ട് ഉറ്റ് അറിവില്ലാതൊരജ്ഞാനി ഞാൻ അസാരജ്ഞൻ. അതായത് ബ്രഹ്മാവിന് ജനനമരണമുള്ളതായപ്പോഴത്തേക്ക് തന്നെ ഇതൊക്കെ അറിയാതെ അഹങ്കരിച്ചു പോയി. അപ്പോൾ അദ്ദേഹത്തിന് ജനന മരണങ്ങളെ കൊണ്ട് സാധാരണ നമ്മളെപ്പോലെ തന്നെ മനസ്സിലാക്കിയപ്പോൾ പറയുന്നു, നിത്യനാ നിനക്ക്. പരമാത്മാവായ ഭഗവാൻ, നിർഗുണനായിരുന്ന ഈശ്വരന് നിത്യനാണ്, മരണങ്ങളോ ജനനമോ ഇല്ല എന്നും ഉള്ള ഒരു ഉണ്മയാണ്. ഭഗവാൻ സത്യമായിരിക്കുന്ന ഭഗവാന് നിത്യനാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ട്, നിത്യനാം നിനക്ക് ഈശ്വരന് നാരായണന് ഒരു ഭേദമില്ല, കൂടുതൽ കുറവില്ല, എപ്പോഴും സമഭാവന, ഒരുപോലെ, അവിടെ ഏറ്റക്കുറച്ചിലില്ല എന്നുള്ളവൻ അത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ബാക്കി ബ്രഹ്മാവ് വരെ എല്ലാം നശിക്കുന്നതാണ്. അതുകൊണ്ട് നിത്യനാം നിനക്കൊരു ഭേദമില്ല ഒരിക്കലും, ഉൾത്താരിൽ ആനന്ദ വൃത്തി രമ്യത എന്നീ ചറ്റല്ല ഭേദം. അപ്പോൾ ഉൾത്താരിൽ, ഭഗവാന്റെ ഉൾത്താരിൽ എന്താ ഉള്ള? ആനന്ദരമ്യത. ഭഗവാൻ നിർഗുണമൂർത്തിയായിരിക്കുന്ന ഈശ്വരന് സർവദാ ആനന്ദരൂപം. ഭഗവാൻ ആത്മാവിൽ രമിച്ച് ആനന്ദിക്കുന്ന ഭഗവാൻ, തന്നിൽ തന്നെ രമിക്കുന്ന ഭഗവാൻ. നമ്മളും അങ്ങനെ ആകണം, നമ്മളും തന്നിൽ തന്നെ രമിക്കണം. ഭഗവാൻ ആനന്ദമാണെങ്കിൽ നമ്മൾ ആനന്ദ നിർവൃത്തി നമ്മളും അടയണം. അതുകൊണ്ട് ചെറ്റല്ല, ഇത് ചെറുതൊന്നുമല്ല ഈ ഭേദം. ബ്രഹ്മാവിന് മനസ്സിലായി. ഇങ്ങനെ ഇരിക്കുന്നേ നിത്യനാം നിനക്കൊരിക്കലും നാശമില്ലാത്തവനാണ്, നീ നിത്യനാണ്, അങ്ങനെ നിനക്കൊരു ഭേദവുമില്ല ഒരിക്കലും. നിൻ്റെ ഉൾത്താരിൽ എന്താ ഉള്ളത്? ആനന്ദരമ്യതയാ. അതുകൊണ്ട് എന്നേ ചെറ്റല്ല ഭേദം. നമ്മൾ തങ്ങളിൽ ഒരിക്കലും ഭേദം വളരെ വളരെ അകലമാണ്. നമുക്ക് തങ്ങളിൽ വളരെ ഭേദമുണ്ട്. ബ്രഹ്മാവിന് ഈ ആനന്ദമല്ലതുകൊണ്ടോ? ബ്രഹ്മാവ് ജോലി ചെയ്യുന്നു, സൃഷ്ടി ചെയ്യുന്നു, അദ്ദേഹം കുടുംബം നടത്തുന്നു. ഈ ഭഗവാൻ പരമാത്മാവിൻ്റെ ആനന്ദരമ്യത എന്തെങ്കിലും അദ്ദേഹത്തിനുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ തമ്മിൽ വളരെ വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. ചെറ്റല്ല, ഇത് കുറച്ചൊന്നുമല്ല നമ്മളെ വ്യത്യാസം. നമ്മൾ എത്രയും വളരെ ഉണ്ട്. ഉറ്ററിവില്ലാതൊരു അജ്ഞാനി, ഇതിനെ ഞാൻ മനസ്സിലാക്കാതെ ഞാൻ അജ്ഞാനിയായിപ്പോയി. ഈ ഭേദം, പിതാവും മകനുമായിട്ടുള്ള ഭേദം, അത് ബ്രഹ്മാവും നാരായണനുമായിട്ടുള്ള ഭേദം കുറച്ചൊന്നുമല്ല, വളരെ വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള ആ അറിവ് ഇല്ലാതെ പോയല്ലോ ഞാൻ. അതുകൊണ്ട് ഞാൻ അജ്ഞാനിയാകുന്നു, ഞാൻ അറിവില്ലാത്തവനാകുന്നു. അങ്ങനെ ഞാൻ അസാരജ്ഞനാണ്, ഞാൻ ഒന്നുമല്ലാത്തവൻ, ഒരു നിസ്സാരനാണ്, ഒന്നുമല്ലാത്തവനാണ്. പുത്രനാം ഇവൻ അറിയാതെ ചെയ്ത അപരാധം. അതുകൊണ്ട് ഈ പരീക്ഷിക്കാൻ വന്നില്ലയോ ഭഗവാൻ കൃഷ്ണനെ? ഈ പശുക്കളെല്ലാം മറച്ചു പിടിച്ചതുകൊണ്ട് അറിവില്ലായ്മ ചെയ്തു പോയി ഭഗവാനെ. അത് പുത്രനെന്ന് കരുതി, അങ്ങയുടെ മകനെന്ന് കരുതി അറിയാതെ ചെയ്ത ഈ അപരാധം ചിത്തത്തിൽ അഖിലജ്ഞനായ നീ അറിഞ്ഞു. ഉള്ളിൽ നിന്റെ ചിത്തത്തിൽ നീ അഖിലജ്ഞനാണ്. ഭഗവാൻ പരമാത്മാവ് അഖിലജ്ഞനായ അങ്ങ് അതറിഞ്ഞു ഉള്ളിൽ ഒക്കെയും ക്ഷമിക്കണമെന്ന് ഇന്ന്
കാരുണ്യം കലർന്ന് ഉൾക്കാവിൽ അനുഗ്രഹിക്കണമേ ദയാനിധേ. അപ്പോൾ ഇത് ഭഗവാനെ അങ്ങ് അഖിലജ്ഞനാണ്, അത് മനസ്സിലാക്കി ഭഗവാനെ ആ ഉള്ളത്തിൽ ഒക്കെയും ക്ഷമിക്കണമേ. ഞാൻ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ച് ഭഗവാന്റെ കാരുണ്യം കലർന്ന് ഉൾക്കാവിൽ എന്നെ അനുഗ്രഹിക്കണമേ ഭഗവാനെ ദയാനിധേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പ്രാർത്ഥിക്കണം. ബ്രഹ്മാവ് പ്രാർത്ഥിച്ച് കാണിച്ചു തരുന്നു, നമ്മളും അതിലൊന്നാണ്. നമുക്ക് 120 വർഷമേ അങ്ങേറ്റം പോയ മനുഷ്യായുസുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. അതിനകം വെച്ച് ബ്രഹ്മാവിൻ്റെ വേദന നമ്മളും അനുഭവിക്കുന്നു, ബ്രഹ്മാവും അതുപോലെ അനുഭവിക്കുന്നു. ഇതിൽ നിന്നെല്ലാം വ്യത്യാസം നമുക്ക് വേണമെങ്കിൽ എന്ത് വരണം? അല്പമെങ്കിലും നമുക്ക് ഭക്തിയായി ഭഗവാനോട് സ്നേഹിച്ച് ഭക്തി കൊണ്ട് ഭഗവാനെ അറിയാം, ഭഗവാന്റെ ആനന്ദം നമുക്ക് അനുഭവിക്കാം, ഭഗവാൻ ലയിക്കാം. നമ്മൾ ഭക്തിയോടുകൂടി കൊടുക്കുന്ന എന്തും ഭഗവാൻ ആദരവോട് തന്നെ ഭഗവാൻ അത് സ്വീകരിക്കും. അത്രയും പോരെ നമുക്ക്. ഭഗവാനെ അളക്കണ്ട, ബ്രഹ്മാവ് അളന്നതുപോലെ അളക്കാൻ പോണ്ട. ആരെയും ഭഗവാനായി നിൽക്കുന്ന ജീവജാലങ്ങളും സർവ്വതും ഭഗവാന്റെ അംശങ്ങളാണ്. നമുക്ക് ആരെയും അളക്കണ്ട. ഈ ഭഗവാനെ അളക്കണം വെച്ചാൽ നമ്മൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ നമ്മൾ അളക്കാൻ പോകണ്ട. നമ്മൾ എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിച്ച് നന്നാവുക. മറ്റുള്ളവർ എങ്ങനെ നമുക്ക് അളക്കാൻ പോകണ്ട. നമ്മളെങ്ങനെ അറിയും മറ്റുള്ളവരെ? അവരുടെ ഉള്ളിലിരിപ്പ് പരമാത്മാവിനെ ബ്രഹ്മാവൻ അറിയാത്തതുപോലെ മറ്റൊരു വ്യക്തിയെ നമുക്കും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളും എല്ലാം ഈശ്വരൻ്റെ സന്തതികളാണ്, ഈശ്വരാംശങ്ങളാണെന്ന് കരുതി ആരെയും അളക്കാതെ നമുക്ക് എന്താ ഒത്തതിനനുസരിച്ച് ഈശ്വരൻ്റെ കാരുണ്യത്താൽ നമ്മൾ നന്മ ചെയ്ത് പ്രവർത്തിച്ച് ഈശ്വരനെ ആരാധിച്ച് കഴിഞ്ഞുകൂടുക. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.